ഹായ് എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലങ്ങളായി ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നു മുതൽ രക്തത്തിൻ്റെയും കണ്ണീരിൻ്റെയും കാഴ്ച ഇതുവരെ മാറിയിട്ടില്ല എന്ന ബാക്ക്ഗ്രൗണ്ട് വോയിസിലൂടെയാണ് ഡൊറോറോ എപ്പിസോഡ് 3 തുടങ്ങുന്നത്. ആ യുദ്ധഭൂമിയിൽ നിന്ന് ഒരാളിങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നമ്മുടെ ജൂക്കായി പിടിച്ചിട്ട് കുരിശുമ കയറ്റും. അപ്പോൾ അയാൾ പറയും, എന്നെ ഒന്ന് വേഗം കൊല്ലാൻ. അതുപോലെ തന്നെ ഇയാളെ കൊല്ലുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും പറയാണ്, ഈ രാജദ്രോഹികൾക്ക് കാണിച്ചു കൊടുക്ക് എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ചെവിയും വിരലുകളെല്ലാം മുറിച്ചിരുന്നാണ് കാണിക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്, ആളെയും കൊല്ലണമെന്നാണ് കാണിക്കണേ, വേറെ ആരോ. അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ജൂക്കായിക്ക് റിഗ്രറ്റ് അടിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റോറി ഓഫ് ജൂക്കായി എന്ന ടൈറ്റിൽഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൊത്തം ഫ്ലാഷ് ബാക്കാണ്. എൻ്റെ വില്ലേജേഴ്സ് വന്നിട്ട് പറയാണ്, കനാമെ ഇത് ഡോക്ടറിന് കൊടുക്കണം, അതായത് ജൂക്കായിക്ക്. എന്നിട്ട് പറയും, എൻ്റെ മകന് നടക്കാൻ പറ്റിയത് ജൂക്കായ കാരനാണ്, ഇതൊന്നും പോരാ, താങ്ക് യു ഗിഫ്റ്റായിട്ട് ഇതിന് മേലെ തരേണ്ടതാണെന്നാണ് പറയും. പിന്നെ ജൂക്കായി കൈയും കാലും പോയവർക്ക് എല്ലാവരും ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ കനാമേനോട് പറയും, ഇങ്ങനെയാണ് മൂവി ഇരിക്കണേന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ട്രീറ്റ് ചെയ്യപ്പെട്ട ആള് പറയാണ്, ശരിക്കും ആളൊരു ഗോഡ് പോലെയാണെന്ന്. കനാമി പറയും, അതെ, എന്നെ ചെറുപ്പത്തിൽ ഓർഫണായിട്ടും ആളാണ് ട്രീറ്റ് ചെയ്തിട്ട് ജീവിതത്തിലൊരു പേർപ്പസ് കൊണ്ടുവന്നതെന്ന്. ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമെന്നാണ് പറയും. പിന്നെ രാത്രി കിട്ടി പോലും ജൂക്കായി ഇതിൻ്റെ മേലെ പണിയെടുക്കണമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം കനാമെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയത് കാണുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, ഇവനാണെങ്കിൽ ഒരു സാമുറായിയോട് സംസാരിച്ചേ ഉള്ളൂ, ഇവൻ്റെ കൈ അവർ എടുത്തുവെന്ന്. അപ്പോൾ കനാമെ പറയും, സാരല്ല, വാ നമുക്ക് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ജൂക്കായുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ജൂക്കായ ആ കുട്ടിയുടെ കൈ റെഡിയാക്കി കൊടുക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ പറയും, ഞാൻ വിചാരിച്ചു ഈ ഡോക്ടർ അങ്ങനെ പേടിപ്പിക്കുന്ന ആളായിരിക്കും, അങ്ങനെയുള്ള റൂമേഴ്സ് ഞാൻ കേട്ടേന്ന്. അപ്പോൾ കനാമെ പറയും, എന്ത് റൂമേഴ്സ്? അടുത്ത ഷോട്ടിൽ കനാമെ വന്ന് ചോദിക്കുകയാണ് ജൂക്കായോട്, ശരിക്കും നിങ്ങൾ ഈ ലോർഡ് ഷിബയ്ക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്തത് മുമ്പെന്ന്. എന്നിട്ട് ജൂക്കായ അവൻ്റെ പഴയ കാലം ഓർക്കാണ്. എന്നിട്ട് ജൂക്കായ പറയാണ്, ഞാനൊരു വട്ടം മുങ്ങി മരിക്കാൻ പോയപ്പോൾ ഒരു ഷിപ്പ് വന്ന് എന്നെ രക്ഷിച്ചു. അവിടെ നിന്നാണ് ഞാൻ ഈ കൈയും കാലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് പോയവർക്ക് വെച്ചു കൊടുക്കാൻ പഠിച്ചത്. ഇത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഒരു പ്രായശ്ചിത്തമാവില്ല, ഇത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് എന്നെനിക്കറിയാം. എന്നാലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇതെങ്കിലും ചെയ്യുന്നു എന്ന് പറയും. അതായത് നേരത്തെ കണ്ടുവല്ലോ ഈ ജൂക്കായി ആൾക്കാരെ കൊല്ലണത് കുരിശിലേറ്റിട്ട്, ആ സംഭവമാണ് പറയണേ. അപ്പോൾ കനാമെ പറയും, എൻ്റെ അച്ഛൻ മരിച്ചത് ഷിബാക്ലാനുമായിട്ടുള്ള വാറിലാണെന്ന്. അപ്പോൾ ജൂക്കായി ഞെട്ടുന്നുണ്ട്, മേ ബി ജൂക്കായി അവൻ കൊന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് കനാമെ അവനെ കൊല്ലാൻ വരും. അപ്പോൾ ജൂക്കായി പറയും, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷെ നീ നിൻ്റെ അമ്മയോട് പറഞ്ഞ പ്രോമിസ് ഫുൾഫിൽ ചെയ്യണം. എന്നിട്ട് കനാമയ്ക്ക് കാല് വെച്ച് കൊടുത്ത ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ കൈക്ക് പരിക്ക് പറ്റിയ കുട്ടിയുടെ കൈ റെഡിയായിട്ട് പോകുന്നതാണ്. അവർ പോയി കഴിയുമ്പോൾ കനാമെ പറയും, നിങ്ങൾക്ക് എന്നെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജൂക്കായി വെച്ചു കൊടുത്ത കാല് ഊരി വെച്ചിട്ട് ഇവൻ പോവും. മേ ബി ഇവൻ ഇനി കാലില്ലാണ്ട് ജീവിക്കേണ്ടി വരും. അത് കണ്ടിട്ട് ജൂക്കായിക്ക് സങ്കടമാകും. ഈ സങ്കടത്തിൽ ജൂക്കായി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ആൾ തട്ടി വീഴുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹ്യക്കിമാർ വഞ്ചിയിൽ ഒഴുകി വരുന്നത്. ഹ്യക്കിമാരിനെ കാണുമ്പോൾ ഞെട്ടും. എന്നിട്ട് പറയും, നിനക്ക് ജീവിക്കണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് 1 വർഷം കാണിക്കുമ്പോൾ ഇവിടെ ടൈഗോയ്ക്ക് ഒരു ആൺകുട്ടി കൂടെ ജനിച്ചേക്കാണ്. പിന്നെ 6 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം കാണിക്കുമ്പോൾ ഇവിടെ ഹ്യക്കിമാരും വലുതായിട്ടുണ്ട്. വലുതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബോഡിയൊക്കെ ഫേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഞണ്ടെടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴും അത് ഇറുക്കുമ്പോഴും ഇവനൊന്നും മനസ്സിലാവണില്ല. അവിടെ ജൂക്കായി വന്നിട്ട് പറയാണ്, ഈ ഞണ്ടിന് നിന്നെ ഇഷ്ടപ്പെട്ടുവല്ലോ എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഞണ്ടിനെ പിടിച്ചിട്ട് കൊണ്ടുപോകാന്ന് പറയും. എന്നിട്ട് ഇവന് അത് പൊരിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട്. എന്നിട്ട് ജൂക്കായി ഓർക്കാണ്, ഇവനെ കിട്ടുമ്പോൾ ഇവനൊരു ബോഡി പോലും ഉണ്ടായില്ല, പക്ഷെ ഇവന് ഭയങ്കര പവറുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ജീവിക്കാനുള്ള പവറുണ്ടെന്ന് പറയും. പിന്നെ എത്രത്തോളം ഞാൻ പറയുന്നത് ഇവന് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ജൂക്കായി ഇവൻ്റെ പേര് എഴുതി കാണിച്ചു കൊടുക്കാണ് ഹ്യക്കിമാരു. ഇവിടെ ഈവിളിനേക്കാളും മോശമായ 100-ലധികം കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം നീ അതിജീവിക്കും. പിന്നെ ഹ്യക്കിമാരുവിനെ ഒരു ഈവിള് ആക്രമിക്കാൻ വരുന്നതാണ്. അപ്പോൾ ജൂക്കായി രക്ഷിക്കും. പിന്നെ നൈറ്റ് ആകുമ്പോഴതെ ഒരു മോൺസ്റ്റർ വരുമ്പോൾ ഹ്യക്കിമാർ എണീറ്റിക്കും. എന്നിട്ട് ജൂക്കായി പറയും, നിന്റെ പവേഴ്സ് കാരണമാണോ ഈ മോൺസ്റ്റേഴ്സൊക്കെ നിന്റെ പിന്നാലെ വരണേ. പിന്നെ മോർണിംഗിൽ ജൂക്കായി പറയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നിന്നെ എപ്പോഴും എനിക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് നീ സ്ട്രോങ്ങർ ആവണമെന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് എല്ലാം പഠിപ്പിക്കുകയാണ്.
ഇവിടെ ടൈഗോന്റെ കുട്ടീനെ കാണിക്കുമ്പോഴായാലും ഇവനിവിടെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ടൈഗോ ചോദിക്കാണ്, ടഹോ മാരു നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യണോ? പിന്നെ അവൻ അമ്മേനെ കാണുമ്പോൾ ചിരിക്കും. പിന്നെ അവിടെ ഇരിക്കണ തലയില്ലാത്ത രൂപം കാണുമ്പോൾ അവൻ്റെ മുഖം പോവും. എന്നിട്ട് ഇവനിങ്ങനെ വിഷമിച്ചിങ്ങനെ കാണുമ്പോൾ ടൈഗോ ചോദിക്കും എന്ത് പറ്റി? ടഹോമാരു പറയും വാറിനെ കുറിച്ച് പറയാന്ന്. യക്കിമാരുവിനെ കാണിക്കുമ്പോൾ അവനോട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കണേ. കുറെ കാലങ്ങളായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈവിൾസിനൊക്കെ കൊല്ലണമെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ടൈഗോ പറയും നിന്റെ മുറിവുകളെല്ലാം ഞാൻ ട്രീറ്റ് ചെയ്യാന്ന്. എന്നിട്ട് അവൻ ആലോചിക്കുകയാണ് ഇരുന്നിട്ട്, ഇവന് വേദന എടുക്കാത്ത കാരണം ഇവന് പേടി ഉണ്ടാവില്ല, അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു മടിയും അവനില്ല എന്ന് അവൻ ആലോചിക്കും. എനിക്കൊരാഗ്രഹമുള്ളൂ ഇവൻ നന്നായി ജീവിക്കണമെന്ന്. പക്ഷെ ജൂക്കായി പേടിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവനെ ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമാണോ എന്ന് വീണ്ടും. കാരണം ഇവന് വേനില്ലാത്ത കാരണം ആരും കൊല്ലാനൊന്നും മടിയുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇവനിങ്ങനെ ആലോചിക്കണേ. പിന്നെ വീണ്ടും ഈ ഹിയാക്കിമാരുവിനെ ഒരു ഈവിൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ കൊല്ലും. പക്ഷേ ഈ പ്രാവശ്യം അവൻ്റെ റൈറ്റ് ലെഗ് അവന് തിരിച്ചു കിട്ടും. ഇത് കണ്ട് ജൂക്കായി വണ്ടറടിക്കാണ്. അവൻ രാത്രി പറയാണ് ഈ ഡീമൻസ് മനുഷ്യന്മാരെ കൊന്നു തന്നെ മാത്രമല്ല ഇങ്ങനെ സാക്രിഫൈസും ചെയ്യാറുണ്ട് മനുഷ്യൻ്റെ ബോഡി, അതുപോലെയാവും നിന്റെ ബോഡി നഷ്ടമായെന്ന് അവൻ പറയും. എന്നിട്ട് ഇവനെ കൈകളിൽ മറ്റേ വാള് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ബോഡി തിരിച്ചു പിടിക്കാൻ ഇവൻ പോകുന്നതാണ് കാണിക്കുക. അപ്പോൾ ജൂക്കായി പറയും എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ല, ഞാൻ ആകെ നിന്നെ പഠിപ്പിച്ചത് കൊല്ലാനാണ്. എന്നിട്ട് ആ ആംലറ്റ് ഇവനെ കിട്ടിയപ്പോൾ ഉള്ള ഒരു സാധനമില്ലേ ചാക്ക്, എന്തോ ഒരു ചിഹ്നം, അത് കൊടുത്തിട്ട് പറയും നീ ഇത് കയ്യിൽ വെച്ചോ, ചിലപ്പോൾ നിന്റെ ശരിക്കത്തെ ബാലൻസിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യക്കിമാരുവിന് ഇവനെ കാണുന്നത് ഗ്രീൻ കളറായിട്ടാണ്. അപ്പോൾ ഭയങ്കര മുഖത്തൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ കെട്ടിപ്പിടിച്ച് പിരിയും. എന്നിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ യക്കിമാരോടെ കിടക്കാണ്. മേ ബി ഇവൻ പാസ്റ്റ് കണ്ടതായിരിക്കാം. എന്നിട്ട് ഡൊറോറോ പറയാണ് അപ്പോൾ ഈ മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നതിലൂടെ ഇവൻ്റെ കൈയും കാലൊക്കെ തിരിച്ചു കിട്ടില്ലേ എന്ന് പറയാണ്. അപ്പം മൂങ്ക് പറയും അതെ, ചിലപ്പോൾ വല്ല ഡീമൻസിനെ ഇവൻ്റെ ബോഡി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും. അപ്പം ഡൊറോറോ ദേഷ്യപ്പെട്ട് പറയാണ് അതിനെന്തിനാണ് ഈ കണ്ണും കൈയും കാലും മൂക്കെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറയുവൻ. എന്നിട്ട് ഡൊറോറോ പറയാണ് യക്കിമാര് നീ എൻ്റോ. ഈ ഡൊറോറോ യക്കിമാരിനെ വിളിക്കണൊക്കെ നല്ല രസം. യക്കിമാർ നേരെ വന്നിട്ട് കാല് ഫയറിലേക്ക് വെക്കും. അപ്പോൾ മോങ്ക് പറയും നിനക്ക് നിന്റെ പെയിൻ തിരിച്ച് കിട്ടിയില്ലേന്ന്. എന്നിട്ട് യക്കിമാർ വീണ്ടും കാലെടുത്ത് വെക്കുമ്പോൾ ഡൊറോറോ ഓടി വന്ന് തള്ളിയിട്ട് പറയും നീ എന്താ കാണിക്കുന്നേന്ന് പറയും. അപ്പോൾ യക്കിമാരുവിന് അത് വേണമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ജൂക്കായിനെ കാണിക്കുമ്പോൾ ജൂക്കായി പറയാണ് ഞാൻ എവിടേക്കും പോകണില്ല യക്കിമാരും. ഇങ്ങനെയാണ് എപ്പിസോഡ് 3 അവസാനിക്കുന്നത്. എല്ലാം വേറെ വേറെ സ്റ്റോറീസ് പോലെയും കാണിക്കുന്നെങ്കിലും തുടർച്ചയായിട്ട് കണ്ടാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പിസോഡ് 1 തൊട്ട് കാണാൻ നോക്കുക.